2 ദിവസത്തെ നല്ല അടിപൊളി ജലദോഷവും പനിയും കഴിഞ്ഞിട്ട് വീണ്ടും ഡ്യൂട്ടിക്ക് പോവാട്ടോ. ജലദോഷം വന്നാൽ പിന്നെ പനിയും തൊണ്ടവേദനയും മേലുവേദനയൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ആയിട്ട് വരുമല്ലോ പുറകെ. അത് എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് കേട്ടോ. ജലദോഷം വന്നാൽ അപ്പം പനിക്കും, തൊണ്ടവേദന പനിയെല്ലാം വരും കേട്ടോ. എല്ലാവർക്കും ഏറെക്കുറെ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും, എനിക്ക് മാത്രമല്ല. എത്ര വലിയ ജലദോഷവും പനിയും വന്നാലും നേരിട്ട് നിൽക്കുന്ന ഞാൻ ഈ പ്രാവശ്യം തളർന്നു പോയി. ഈ പ്രാവശ്യം ശരിക്കും എനിക്ക് തലവേദനയും മേലുവേദനയൊക്കെ ഏറ്റു കേട്ടോ. ഞാൻ ക്ഷീണിച്ച് കിടന്നുപോയി. പക്ഷേ ആ ക്ഷീണത്തിൻ്റെ ഒരു അംശം പോലും പുറത്ത് കാണിക്കരുതല്ലോ. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ചു, നല്ല അടിപൊളിയായിട്ട് മേക്കപ്പൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ക്ഷീണമൊന്നും ആരും അറിയണ്ടെന്ന് വിചാരിച്ചിട്ടാണേ. നല്ല ഉന്മേഷത്തോടെ ഡ്യൂട്ടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ നമ്പറാണ്. ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുക കേട്ടോ. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ കണ്ണട എന്തിനാണ് വെക്കുന്നത്, ചുമ്മാ സ്റ്റൈലിന് വേണ്ടി വെക്കുന്നതല്ലേ, നിനക്ക് എന്താ പ്രശ്നം, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. സംഭവം ശരിക്കും എനിക്ക് കണ്ണ് കാണാത്തതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ദൂരെയുള്ളതൊന്നും നന്നായിട്ട് കാണില്ല. അപ്പം എനിക്ക് ഈ കണ്ണട വെച്ചേ പറ്റുള്ളൂ. ഞാൻ അല്ലാണ്ട് സ്റ്റൈലിന് വേണ്ടി വെക്കുന്നതൊന്നല്ല കേട്ടോ. പിന്നെ ഈ സാധനം ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ വാങ്ങിയിട്ട്. ആക്ച്വലി ഇതെനിക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പോലും നന്നായിട്ട് അറിയില്ല. ഞാൻ എന്താ പറയുക, ചാട പറയുന്നില്ല, ഒത്തിരി മുടിയുള്ളത് കാരണം രാവിലെയൊക്കെ കുളിക്കാൻ തന്നെ എനിക്ക് പറ്റില്ല. കാരണം നനഞ്ഞ മുടിയായിട്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അമ്മ ഉണ്ടാക്കിയ ചപ്പാത്തി മീൻ കറിയൊക്കെ ഒരു നാണവും ഇല്ലാണ്ട് തിന്നു കേട്ടോ. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് നാണമില്ലേ അമ്മ ഉണ്ടാക്കി തരുന്നത് തിന്നാൻ, അമ്മ ഉണ്ടാക്കി തരുന്നത് തന്നെ. ഞാൻ എന്തിനാ നാണിക്കുന്നത്, എൻ്റെ സ്വന്തം അമ്മയല്ലേ. എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തരുന്നതിൽ എനിക്ക് നാണമല്ല, എനിക്ക് അഭിമാനവും സന്തോഷവും ഒക്കെയാണ്. ഈ പറയുന്ന ആൾക്കാരൊക്കെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഏറെക്കുറെ. അമ്മ ഉണ്ടാക്കി തരുന്നത് തിന്നാനായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ പറയുമ്പോൾ എല്ലാവരും പറയും, എന്താണ് നിനക്ക് നാണമില്ലാത്തത് എന്നൊക്കെ. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ബായ്.